നമസ്കാരം. പിറവം നഗരസഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ശക്തമായ രീതിയിൽ UDFിൻ്റെ ഒരു ഭരണം തിരിച്ചു പിടിച്ചുകൊണ്ട് ഇപ്പോൾ പിറവം നഗരസഭയിലേക്ക് വരാൻ പോകുന്ന 20, 21, 22 ദിവസങ്ങളിലൊക്കെ 21-നാണെന്നോ സത്യപ്രതിജ്ഞ അല്ലേ? 21-നാണോ? 21 ഞായറാഴ്ച സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം പിറവത്ത് കഴിഞ്ഞ 5 വർഷത്തെ LDFിൻ്റെ ഭരണസമിതി താഴെയിറങ്ങി. ഒപ്പം തന്നെ UDFിൻ്റെ ഭരണസമിതി പിറവം നഗരസഭ ഭരിക്കുവാനുള്ള എല്ലാവിധ കാര്യങ്ങളും നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം കഴിഞ്ഞ 5 വർഷക്കാലമായി പിറവം നഗരസഭയിൽ പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞ 5 വർഷക്കാലം ഭരണപക്ഷത്തിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് ശ്രീ തോമസ് വല്ലിപ്പുറം നമ്മോടൊപ്പം ചേരുകയാണ്. സാറ് നമസ്കാരം, എല്ലാവിധ ആശംസകളും. എന്താണെങ്കിലും തോമസ് സാറും അതുപോലെ തന്നെ UDFിൻ്റെ നേതാക്കന്മാരും എല്ലാം ഇവിടെ വന്ന് നമ്മുടെ ചാനൽ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പ്രതിപക്ഷത്ത് ഇരുന്ന് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ഈ ഒരു കഴിഞ്ഞ 5 വർഷക്കാരും എല്ലാം സത്യമായി എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും കഴിഞ്ഞ 5 വർഷക്കാലം ഈ പിറവം നഗരസഭ ഭരിച്ച ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പ്രതിപക്ഷത്തെ അംഗങ്ങളെ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ശക്തമായ പ്രതിഷേധ സമര പരിപാടികളുമായി മുമ്പോട്ട് പോകേണ്ടി വന്നു. കാരണം സമരത്തിന് വേണ്ടി സമരം ചെയ്തതല്ല, ഇവരുടെ ഭരണത്തിൻ്റെ ഒരു ധാർഷ്ട്യവും ഒരു ഏകാധിപത്യവും കെടുകാര്യസ്ഥതയും അത് കണ്ടു നിൽക്കാനായിട്ട് ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾക്ക് സാധിച്ചില്ല. അപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം ഞങ്ങൾ പറഞ്ഞത് എല്ലാം ശരിയാണെന്ന് പിറവത്തെ ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം ഇലക്ഷൻ്റെ രാവിലെ ഏതോ ഒരു ചാനലുകാർ എന്നോട് ചോദിച്ചു എങ്ങനെയാണ് വിജയപ്രതീക്ഷ. ഇലക്ഷൻ വോട്ട് എണ്ണി തുടങ്ങിയില്ല, രാവിലെ ഒരു 7:30 ആയപ്പോഴാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യത്തെ 20 സീറ്റുകളുടെ ഫലം പുറത്തു വരുമ്പോൾ പിറവം നഗരസഭയിൽ UDFിന് ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷം മറികടക്കും എന്ന് എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം 13-ാം തീയതി രാവിലെ 7:30 മണി സമയത്ത് ഒരു ചാനലിനോട് ഞാൻ പറയുകയുണ്ടായി. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്ന രീതിയിൽ തന്നെ 20 സീറ്റുകൾ എണ്ണിയപ്പോൾ 17 സീറ്റ് UDF ജയിക്കുന്ന ഒരു സാഹചര്യം. ഞാൻ കേവല ഭൂരിപക്ഷം മറികടക്കുമെന്ന് പറയുന്നത് 15 സീറ്റ് ആണല്ലോ. 28 സീറ്റുകളുള്ളതിൽ ഭരിക്കാൻ 15 സീറ്റാണ്. 15 സീറ്റുകൾ മറികടക്കുമെന്ന് പറഞ്ഞ് 17-ലെത്തി നിന്നു. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഒരു പദ്ധതി ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഒരു ധാരണ ഇതിനെക്കുറിച്ച് ഉണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഞങ്ങൾ ഈ LDFിൻ്റെ ഭരണസമിതിയുടെ ഒരു കെടുകാര്യസ്ഥിതിയും ഒരു ധാർഷ്ട്യവും ഒരു അഹങ്കാരവും നിറഞ്ഞ ഭരണമായിരുന്നു അവരുടെ. UDF അംഗങ്ങളോടൊക്കെ വളരെ അവഗണന കാണിച്ച അതെല്ലാം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടുവാനായിട്ട് കഴിഞ്ഞ 5 വർഷം ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിനു മുമ്പുള്ള പ്രതിപക്ഷമെല്ലാം ഏകോപിച്ച്, ഞാൻ ഉദ്ദേശിച്ചത് 2015-20 പ്രതിപക്ഷം ഏകോപിച്ചൊരു സമരം ചെയ്ത് ഞാൻ പിറവത്ത് കണ്ടില്ല. ഞാൻ ഈ പിറവത്തോട് നടക്കുന്നയാളാണ്. 1-2 പേർ എന്തെങ്കിലും ഒച്ചയെടുക്കുന്നുള്ളല്ലോ, അവരെ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു സമരം മുനിസിപ്പാലിറ്റിക്ക് അകത്തോ പുറത്തോ ചെയ്യുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അവരിൽ കുറെ പേരൊക്കെ വിട്ടുനിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ ഈ കഴിഞ്ഞ 5 വർഷം ഞങ്ങൾ 13 പേരും ഒറ്റ മുനയായിട്ട്, ഞാനൊന്ന് എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ 13 പേരും എഴുന്നേക്കുന്ന ഒരു രീതി, ഞാൻ വാക്കൗട്ട് നടത്തിയാൽ 13 പേരും അതിൻ്റെ പുറകെ. ഒരു ദിവസവും ഞങ്ങൾക്ക് അതിലൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എല്ലാവരും ഒരുമിച്ചുള്ള ഒരു നീക്കത്തിലൂടെ ഞങ്ങൾ പറഞ്ഞത് എല്ലാം ശരിയാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ്, ഒരു ഉജ്ജ്വല വിജയമാണ് പിറവത്തുണ്ടായിരിക്കുന്നത്. താങ്കൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉണ്ടായിരുന്ന 13-ൽ നിന്നും 21-ലേക്ക് ഏകദേശം 8 സീറ്റുകളിൽ കൂടുതലാണ് വന്നിരിക്കുന്നത്. ഒരു പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ 5 വർഷക്കാലം ഒരു നഗരസഭയുടെ ഭരണക്കാർക്കെതിരായിട്ട് പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു വളരെ വ്യക്തമായ രീതിയിലുള്ള ആൻസറാണ് ഈ 21, അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കല്ല, അവര് ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരുന്നതിന് കൂടിയുള്ള ഒരു മറുപടിയാണ്. കാരണം അവര് കഴിഞ്ഞ അവരുടെ പ്രകടന പത്രിക 2020 അവരുടെ പ്രകടന പത്രികയിൽ പ്രധാനമായിട്ടും പറഞ്ഞ കാര്യങ്ങൾ ഒന്നും നടപ്പാക്കിയിട്ടില്ല. അതിന് തെളിവാണ് അത് അവരുടെ ഈ പ്രകടന പത്രികയിലും ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രകടന പത്രികയിൽ ഇവിടെ കടവ് എക്സൈസ് കടവ് പാലം പണിയാമെന്ന് പറഞ്ഞു.
ഈ പ്രകടനപത്രികയിലും പാലം പണിയാമെന്ന് പറഞ്ഞിരിക്കുക. കാരണം പണിതെങ്കിൽ പിന്നെ അത് പറയേണ്ട കാര്യമില്ല, പണിതില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ള എക്സൈസ് കടവ് പാലം നിങ്ങൾ പണിയണ്ട. കഴിഞ്ഞ 10 വർഷം നിങ്ങൾക്ക് അവസരം തന്നു, 5 വർഷം പിറവ് മുനിസിപ്പാലിറ്റിയിൽ അവസരം തന്നു, ഇനി ഞങ്ങൾ പണിതോളാം. ഇവിടെ അടുത്ത സംസ്ഥാന ഭരണവും മുനിസിപ്പാലിറ്റിയുടെ ഭരണം ഏതായാലും കിട്ടിയല്ലോ, അവിടെ സംസ്ഥാന ഭരണവും കൂടി കിട്ടിക്കഴിഞ്ഞാൽ പാലമൊക്കെ ഞങ്ങൾ പണിതോ, ഇനി നിങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടണമെന്ന് ഇല്ല എന്നാണ് എനിക്ക് സഹോദരന്മാരോട് പറയാനുള്ളത്. പിന്നെ അവർ ഇവിടെ കൊച്ചരിത്താഴത്ത് ഒരു ഫ്ലാറ്റ് പണിത് ഭൂരഹിത ഭവനരഹിതർക്ക് വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അത് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുകയാണ് വീണ്ടും അത് ഫ്ലാറ്റ് നിർമ്മിക്കാമോ. ഫ്ലാറ്റ് നിർമ്മിക്കാൻ 5 വർഷം അവർക്ക് കിട്ടി. 5 വർഷം അവരുടെ റവന്യൂ മന്ത്രി കെ രാജനാണ് ഇവിടെ കേരളം ഭരിച്ചിരുന്നത്. ഈ സമയത്തൊക്കെ അവര് ചെയ്യാത്ത സംഗതി ഇപ്പോൾ ഭരണവുമില്ല, ഇനി സംസ്ഥാന ഭരണം മാറുമെന്നുള്ളതിനൊരു സംശയമില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇനി അവരത് ചെയ്യുമെന്ന് പറയുന്നതിൽ എന്നാ അർത്ഥം? പിന്നെ അതുപോലെ ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ പ്രകടനപത്രിക ചെയ്യാത്ത കാര്യങ്ങൾ എല്ലാം ഇപ്പോൾ എടുത്തു വച്ചിരിക്കുന്ന ഒരു പ്രകടനപത്രികയാണ് അവർ 2025 ഇറക്കിയിരിക്കുന്നത്. നിലവിലിപ്പോൾ 5 വർഷത്തെ പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞിരിക്കുകയും പുതിയ കാര്യങ്ങളും അടുത്ത വർഷത്തേക്ക് വരാനുള്ള പുതിയ സാരഥികളെ താങ്കൾ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങൾ ഏൽപ്പിക്കുകയാണ്. 5 വർഷക്കാലം കുറച്ച് പേരുണ്ട്. എനിക്ക് തോന്നുന്നു ഈ താങ്കളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന 3-4-5 കൗൺസിലർമാർ, 3-4 കൗൺസിലർമാരില്ലാതെ ബാക്കിയെല്ലാം പുതിയ ആൾക്കാർക്കാണ്, പുതുനിരയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവരിത് നമ്മൾ ഏൽപ്പിക്കുക. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ താങ്കളുടെ ഒരു ഭരണ കാലഘട്ടം അല്ല, താങ്കൾ പ്രതിപക്ഷത്തിരുന്ന കാലഘട്ടത്തെ കാര്യങ്ങളെല്ലാം തുടർ കാര്യങ്ങൾ നടത്തണമെന്നുള്ള രീതിയിൽ താങ്കൾ ഏൽപ്പിച്ചിട്ട് എനിക്കും 2-3 ദിവസത്തിന് ശേഷം നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് മാറുകയാണ്. അപ്പോൾ ഒരു ഭരണപക്ഷം വരികയാണ്. അപ്പോൾ താങ്കളുടെ ഈ ഒരു 5 വർഷക്കാലത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ട് പുതിയ ഭരണസമിതിയോട് എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടാവുമല്ലോ? പുതിയ ഭരണസമിതി ഞങ്ങൾ മീറ്റിംഗ് കൂടി ഈ 5 കൊല്ലക്കാലവും ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട് വന്നിരിക്കുന്ന ആളുകളൊക്കെ ഞങ്ങൾ കമ്മിറ്റി കൂടി കാര്യങ്ങൾ ഒക്കെ ചർച്ച ചെയ്യാറുണ്ട്. അവർക്ക് അറിയാം കഴിഞ്ഞ 5 വർഷം എന്താണ് പിറവം മുനിസിപ്പാലിറ്റിയിൽ നടന്നതെന്നും അതിന് പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾ അവരുമായിട്ട് കൂട്ടുചേർന്ന് ഞങ്ങൾ കൗൺസിലർമാർ കൗൺസിലിനകത്തും ഇവരെ ഇപ്പോൾ ജയിച്ചു വന്നിരിക്കുന്ന എല്ലാവരും കൗൺസിലിന് പുറത്തും കൂട്ടായിട്ടുള്ള സമരം ചെയ്ത് വന്നവരാണ്. അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ചിലരൊക്കെ പറയുന്നു കഴിഞ്ഞ 5 കൊല്ലം ഒരു സമരവും ഇവിടെ നടന്നിട്ടില്ല, മുനിസിപ്പാലിറ്റിക്കെതിരെ സമരമൊന്നും നടന്നിട്ടില്ല എന്നൊക്കെ ചില ചാനലുകാരൊക്കെ പറയുന്നത് കേട്ടു. ഞാനത് നടന്നെന്നോ നടന്നില്ലെന്നോ ഞാൻ പറയുന്നില്ല. ഈ പ്രവർത്തെ ജനങ്ങളത് വിലയിരുത്തട്ടെ. കഴിഞ്ഞ 5 വർഷം എന്ന് പറയുന്നത് ഇതുപോലെ സമരങ്ങളും പ്രക്ഷോഭങ്ങളും മനഃപൂർവ്വമല്ല, അതുണ്ടാക്കേണ്ട സാഹചര്യം വന്നു. ആദ്യത്തെ മാസം തന്നെ ആ ഭരണത്തിന്റെ ചുമതലയേറ്റ് മധുവിധ തീരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഒരു വാക്കൗട്ട് തന്നെ ഇവിടെ കൗൺസിലിൽ നിന്ന് നടത്തേണ്ട സാഹചര്യം മുതൽ ഇങ്ങോട്ട് സമരങ്ങളുടെ വേലിയേറ്റമായിരുന്നു. അതൊന്നും കാണാതെ വെറുതെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഇങ്ങനെ അവഹേളിക്കുന്നതിന് വേണ്ടി ചിലരൊക്കെ ഇങ്ങനെ വിളിച്ചു പോകുന്നതൊക്കെ ഞാൻ കേട്ടു. അതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞില്ല. അതിനെല്ലാം പിറവത്തെ ജനങ്ങൾ ഇപ്പോൾ മറുപടി പറഞ്ഞിരിക്കുകയാണ്. ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. പിന്നെ ഇപ്പോ ഭരണത്തില് കൗൺസിലർമാരെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം. കാരണം ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ സമരങ്ങളിലും ഈ കാര്യങ്ങളിലും എല്ലാം അവരുമായിട്ടും കൂടി ആലോചിച്ച് ഞങ്ങൾ കൂട്ടായി ചെയ്ത കാര്യങ്ങളാണ്. ഇപ്പോൾ അവരെ പ്രത്യേകിച്ച് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ ഞങ്ങൾ കുറെ പേര് മാറി നിന്നു. കാരണം UDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരിക്കാൻ ഇഷ്ടം പോലെ ആളുകൾ ഉള്ള ഒരു സംവിധാനമാണ്. LDFിനെ പോലെ UDFന്റെ ആരെങ്കിലും ഞോണ്ടിക്കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു രീതി ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം ഞങ്ങൾ സ്ഥാനാർത്ഥികൾ ആകാൻ വേണ്ട ഒരു വാർഡിൽ ഏറ്റവും അനുയോജ്യരായവരെ 3-4 പേര് യോഗ്യരായിട്ടുള്ളവർ അവിടെ ഉണ്ട്. പക്ഷെ അതിൽ ഏറ്റവും അനുയോജ്യമായവരെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികൾക്ക് ഒരു ദൗർലഭ്യവുമില്ല. ഇവര് LDFിനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി ദൗർലഭ്യമാണ്. അവര് ഓരോ വാർഡിലും ഇങ്ങനെ UDFന്റെ ആരെങ്കിലും കിട്ടാനുണ്ടോ എന്ന് അന്വേഷിച്ച് നടന്നു. ഇപ്പോ ഉദാഹരണമായിട്ട് 24-ാം വാർഡിൽ ഒരു കോൺഗ്രസ് ഫാമിലിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്
അവർ വിളിച്ചിറക്കി സ്ഥാനാർത്ഥിയായിട്ട് ദയനീയമായിട്ട് പരാജയപ്പെട്ടു. ഇതുകൊണ്ടൊന്നും UDF സംവിധാനം തകരുകയില്ല. ജനങ്ങൾ സമയത്ത് തക്ക മറുപടി കൊടുത്തിട്ടുണ്ട്. അത് ഇനിയും കൊടുക്കും. ഇനി ഈ 5 വർഷം, വരുവാനിരിക്കുന്ന 5 വർഷം നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, പിറവത്തിന് വേണ്ട കാര്യങ്ങൾ, സമഗ്രമായ വികസനത്തിന് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ച് തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകും. അല്ലെങ്കിൽ മറ്റൊരു കാര്യം ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ ടീമിൽ 5 വർഷം താങ്കൾ പ്രതിപക്ഷത്തും താങ്കളുടെ 13 പേര് ഉൾപ്പെടെയുള്ള കൗൺസിലർമാരിരുന്നപ്പോൾ വളരെയധികം നിങ്ങൾക്ക് ഫണ്ടുകൾ കിട്ടാതിരുന്ന കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനത്തെ കാഴ്ചപ്പാടുകളിൽ നിന്നൊക്കെ ഒരു മാറ്റമുണ്ടായി. പുതിയൊരു ഭരണസമിതി വരുമ്പോൾ എല്ലാവരെയും ഒറ്റ രീതിയിൽ കണ്ടുകൊണ്ട് പോകുന്ന ഒരു രീതി തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രതിപക്ഷ കൗൺസിലർമാർ, ഭരണപക്ഷ കൗൺസിലർമാർ എന്ന് പറയുന്നത് അവരുടെ ഒരു കൗൺസിലർക്ക് ഒരു ഫണ്ടൊക്കെ കൊടുക്കുന്നത് അവരുടെ ആ കൗൺസിലറുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ല. അത് പിറവത്തെ അവരുടെ വാർഡിലെ കാര്യങ്ങൾ നടത്താൻ വേണ്ട. അവരുടെ വാർഡിലെ കാര്യങ്ങൾ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിറവത്തെ ജനങ്ങളുടെ ആവശ്യമാണ്. അപ്പോൾ ആ കൗൺസിലർ 10-20 വോട്ടിന് ജയിച്ച LDF കൗൺസിലറാണെങ്കിലും അവിടെ ബഹുഭൂരിപക്ഷം UDFകാര് ആ വാർഡിൽ ജീവിക്കുന്നില്ലേ? അപ്പൊ ഞാൻ ജനങ്ങളെ UDF LDF എന്ന് വേർതിരിച്ചല്ല വികസനം നടത്തുന്നത്. അപ്പോൾ ആ വാർഡുകൾ 28 ഒരുപോലെ തന്നെ നോക്കേണ്ട ഉത്തരവാദിത്വം ഭരണസമിതിക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഒരു LDF കൗൺസിലർക്ക് ഒരു പദ്ധതി വിഹിതം കുറച്ച് നൽകി ആ വാർഡിനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറവത്തെ നശിപ്പിക്കുക എന്നുള്ള അതിൻ്റെ അർത്ഥം. അതിനുള്ള ഒരു കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞില്ലേ, UDFകാരെ അവഗണിച്ചത് MLA MP ഫണ്ടുകളൊക്കെ കൊണ്ടുവന്ന് കോമ്പൻസേറ്റ് ചെയ്താണ് ഞങ്ങൾ പിടിച്ചു നിന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ താങ്കളിപ്പോൾ ഭരണസമിതി പ്രതിപക്ഷത്തു നിന്നുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇറങ്ങുകയാണ്. പുതിയ ഭരണസമിതി വരുമ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു പ്രകടന പത്രിക പിറവത്ത് UDFന്റെ ഒരു പ്രകടന പത്രിക ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് കാലാനുസൃതമായിട്ട് 5 വർഷക്കാലം തീരുന്നതിന് മുമ്പ് തന്നെ അങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് ഒരു വികസന പാത തന്നെ വീണ്ടും UDF വരുന്ന രീതിയിൽ അടുത്ത 5 വർഷത്തിന് ശേഷവും UDFന് തന്നെ ഭരിക്കാനുള്ള ഒരു സിസ്റ്റത്തിലേക്ക് തന്നെ പോകുന്ന രീതിയിലായിരിക്കില്ലേ ഭരണസമിതി വരാൻ പോകുന്നത്? ഞങ്ങൾ ഈ പ്രകടന പത്രികയിൽ അതിനുമാത്രം വലിയ അവകാശവാദമൊന്നും ഉന്നയിച്ചിട്ടില്ല. ഏതാണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ ഒരു 1000 കൂട്ടം കാര്യം ചെയ്തിട്ട് 10 കൂട്ടം ചെയ്യാൻ പറ്റുള്ളൂ. അത് പരാജയമല്ലേ? അപ്പോൾ അത് ആ പ്രകടനപത്രം നോക്കിക്കഴിഞ്ഞാൽ അറിയാം. വളരെ കുറച്ച് കാര്യങ്ങൾ 5 വർഷം കൊണ്ട് പിറവം എടുത്ത് തലയും കുത്തി വയ്ക്കാവുന്നൊന്നും നമ്മൾ പറയുന്നില്ല. അങ്ങനെ ആർക്കും സാധിക്കില്ല. ആ 5 വർഷം കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾക്കൊരു പരിമിതിയുണ്ട്. അങ്ങനെ ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രം ചുരുക്കിയാണ് അതിൽ പറഞ്ഞിട്ടുള്ളൂ. ആ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ചെയ്യാനായിട്ട് ഞങ്ങൾ പരമാവധി ശ്രമിച്ച് മുമ്പോട്ട് പോകും. നിലവിൽ ഇപ്പൊ താങ്കൾ ഈ ഒരു 2 മാസക്കാലമായിട്ട് UDFന്റെ ഇലക്ഷന്റെ സമയത്ത് സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ വളരെ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായി. അവിടെ കിട്ടിയില്ല, ഇവിടെ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഒരു ചോദ്യം, നിലവിൽ ഇപ്പോൾ UDFന്റെ പാനൽ അവതരിപ്പിച്ചതിന് ശേഷവും UDFനെ തോൽപ്പിക്കാൻ UDFന്റെ പല സ്ഥാനാർത്ഥികളെയും തോൽപ്പിക്കാനുള്ള ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ പിറവം നഗരസഭയിൽ നടന്നു താങ്കൾ തോന്നുന്നുണ്ടോ? ഈ ഇലക്ഷന് സാധാരണഗതിയിൽ ഇലക്ഷന് തോക്കുന്നവര് ആ തോൽവിയുടെ കാരണങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പലതും പറയുന്നത് എല്ലാ കാലത്തും ഇന്ന് തന്നെ കേൾക്കുന്നതല്ല, എല്ലാ കാലത്തും കേട്ടുവരുന്നത്. അതിന് വലിയ പ്രാധാന്യം ഒന്നും നമ്മൾ കൽപ്പിക്കുന്നില്ല. കാരണം ഈ ഒരു 21 സീറ്റിന്റെ വിജയം എന്ന് പറയുന്നത് അത് UDF ഒറ്റക്കെട്ടായി ഏകോപിച്ചുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. മുൻകാലങ്ങളിലെ UDFന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആളെ ഒരു സീറ്റിലായിട്ട് ആളെ മത്സരിക്കാനായിട്ട് വിടും, പുറകെ അവനെ തോൽപ്പിക്കാനും ആളെ വിടുന്ന ഒരു സാഹചര്യം പിറവത്ത് ഉണ്ടായിരുന്നു. ചില നേതാക്കന്മാരൊക്കെ ഈ പിറവത്ത് UDF നയിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നേതാവിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഈ പിറവത്ത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം, ഒരു സീറ്റ് എനിക്ക് തന്നു കഴിഞ്ഞാൽ എന്നെ തോൽപ്പിക്കാൻ പുറകെ 4 പേരെ വിടുന്ന ഒരു കാലഘട്ടം ഈ വർഷം അങ്ങനെ ഒരു സിറ്റുവേഷനിലല്ല UDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഒരു സീറ്റ് കൊടുത്തങ്ങ് വിട്ടുകഴിഞ്ഞാൽ അതിൻ്റെ പുറകെ 4 പേരെ വിട്ടുകഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി വിടുന്ന, തോൽപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ എവിടെന്തെങ്കിലും ഒരു വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തികച്ചും അടിസ്ഥാന
രഹിതമാണ്. തോൽക്കുമ്പോൾ ഇങ്ങനെ ആവലാതികളൊക്കെ പറയുന്ന എല്ലാ കാലത്തും ഉണ്ടാകുന്ന കാര്യം, അതിൽ വലിയ പ്രസക്തിയില്ല, അത് വലിയ ഗൗരവമായിട്ട് എടുക്കുന്നുമില്ല. നിലവിൽ താങ്കൾ പ്രതിപക്ഷ നേതാവായതുകൊണ്ട് ചോദിക്കുന്നതാണ്, ഈ ഒരു നഗരസഭയിലേക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ താങ്കൾ ആദ്യം പറഞ്ഞു ഓരോ ഡിവിഷനിലും കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് നിരവധി സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാനുള്ള ശക്തമായ ഒരു നേതൃത്വ നിര ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം നിലവിൽ കുറച്ച് പേര് റിബൽ സ്ഥാനാർത്ഥികളായിട്ട് UDFന്റെ പാനലിൽ തന്നെ 1, 2, 3 ഡിവിഷനുകളിലൊക്കെ മാറി നിന്നു. അപ്പം അതിനെക്കുറിച്ച് താങ്കളുടെ പ്രതിപക്ഷ നേതാവ് ഇരുന്നപ്പോൾ താങ്കൾ ഇതിനെ ശ്രദ്ധിച്ച് ഒന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് ആശയവിനിമയം നടത്തുകയൊക്കെ ചെയ്തിരുന്നോ? തീർച്ചയായിട്ടും അവരുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു. ചിലർ ആശയവിനിമയം നടത്തിയതിൻ്റെ പേരിൽ ചിലർ അത് മാറിയിട്ടുണ്ട്. ബാക്കി 1, 2 സ്ഥലങ്ങളിൽ വീണ്ടും അവശേഷിച്ചു. അവരുമായിട്ട് ഒക്കെ സംസാരിച്ചിട്ടും സംസാരിച്ചിട്ട് ഞാൻ ചിലരുമായിട്ട് സംസാരിച്ചപ്പോൾ അവര് മാറാമെന്നൊക്കെ പറഞ്ഞുവെങ്കിലും അത് അവരല്ല അതിൻ്റെ പിന്നിൽ. എനിക്ക് മനസ്സിലായത് അതാ, അവർക്ക് മാറാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ മാറാമെന്ന് പറഞ്ഞെങ്കിലും പുറകിൽ നിന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടി പുറകിൽ നിന്ന് സ്ക്രൂ ചെയ്ത് അവരെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. മാറാമെന്ന് ഒരാൾ ഉറപ്പായിട്ട് എന്നോട് പറഞ്ഞു പോയി. പക്ഷേ അദ്ദേഹത്തിന് മാറാൻ സാധിക്കുന്നില്ല. എടുക്കേണ്ടത് മാറണോ വേണ്ടോ എന്ന് തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹം അല്ലാത്ത ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം ചെന്ന് പെട്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിലൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും മാന്തി ചൊറിഞ്ഞ് എവിടെയെങ്കിലും അലമ്പാക്കാൻ പറ്റുമോ എന്ന് കുറേ പേര് ഇങ്ങനെ അതിൻ്റെ പുറകെ നടന്ന് ശ്രമിച്ചതിൻ്റെ ഫലമാണ് 1, 2 പേര്, ഞങ്ങൾ ശ്രമിക്കാത്തതുകൊണ്ടല്ല, 1, 2 പേര് അവിടെ ഉറച്ച് നിന്നത്. ഒരു സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാൻ കാശ് പോലും പുറത്തുനിന്ന് കൊടുത്ത് സഹായിച്ച ഒരു സിറ്റുവേഷൻ വരെ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ബാഹ്യശക്തിയുടെ പ്രേരണ കൊണ്ടാണ് അവരവിടെ ഉറച്ചു നിന്നത്. പക്ഷെ അവർക്കൊക്കെ ഇപ്പൊ മനസ്സിലായി, ഇവിടെ ഈ ഒരു റിബല് നിന്നാലൊന്നും UDF പിറവത്ത് തകരുകയില്ല. നിന്നിടത്തൊക്കെ ജയിച്ചല്ലോ. റിബല് നിന്നിടത്ത് എല്ലാം ജയിച്ചു. റിബല് നിൽക്കാത്ത സ്ഥലങ്ങളിലാണ് തോറ്റത്. അത് നിസ്സാര വോട്ടിന്. ഒരു വാർഡിൽ 11 വോട്ട്, കളമ്പൂരും 23-ാം വാർഡിൽ മുൻ ചെയർപേഴ്സൺ ജൂലി സാബു ജയിച്ചത് 23 വോട്ടിനാണ്. അങ്ങനെ പല വാർഡുകളിലും അതൊക്കെ റിബല് നിൽക്കാത്ത വാർഡുകളാണ്. റിബല് നിന്നിടത്ത് എല്ലാം ജയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ നിലവിൽ കുറച്ച് സീറ്റുകൾ 21 കഴിഞ്ഞിട്ട് ബാക്കി വരുന്നതായിട്ടുള്ള ഒരു 7 സീറ്റുകൾ താങ്കളുടെ UDFന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അതും കൂടി തിരിച്ചു പിടിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് നേരത്തെ UDF ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ കുറച്ച് സീറ്റുകൾ തോറ്റതിൽ എല്ലാവരും ഇല്ല, സീറ്റുകൾ തോറ്റ് പോയതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് അല്ലെങ്കിൽ വാർഡിലുള്ള ആൾക്കാരെ എതിരായിട്ട് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, തോറ്റ എല്ലാ വാർഡിലും ചില വാർഡുകളിലൊക്കെ ഇങ്ങനെ പോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് വലിയ ഗൗരവത്തിൽ എടുക്കുന്നില്ലെന്നേ ഞാൻ പറയുന്നത്. ചിലർ തോക്കുമ്പോൾ ഇങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന സ്വാഭാവികമാണ്. അതൊന്നും UDFനെ ബാധിക്കുന്ന കാര്യമല്ല. ഇപ്പോൾ മറ്റ് വാർഡുകളിലൊക്കെ നിസ്സാര വോട്ടിന് തോറ്റു, അവർക്കൊന്നും ഒരു പരാതിയില്ല. UDF ഒക്കെ അവിടെ വളരെ ശക്തമായിട്ട് അവരുടെ പിറകിലുണ്ടായിരുന്നു. അപ്പോൾ അത് വേറെ പല ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ജാതി, മതം, വർഗം, വർണ്ണം ഇതെല്ലാം നോക്കി വോട്ട് ചെയ്യുന്നൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ ചില വാർഡിൽ നിസ്സാര വോട്ടിന് തോറ്റു. UDFന്റെ ഒരു പ്രശ്നം കൊണ്ടല്ല, UDF ശക്തമായിട്ട് അവരെ പിന്താങ്ങി എന്ന് അവർക്ക് തന്നെ അറിയാം. അവർക്കൊന്നും ഒരു പരാതിയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചില വാർഡുകളിൽ ചില വ്യക്തികൾ ചില ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കുക, അത് UDF വലിയ ഗൗരവത്തിൽ എടുക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഈ പിറവത്ത് പ്രതിപക്ഷത്ത് എന്ന് പറയുമ്പോൾ 2 NDA സ്ഥാനാർത്ഥി, 2 NDA എന്ന് പറയും. ഒന്ന് BJP ചിഹ്നത്തിൽ, താമര ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചിട്ടുള്ളൂ. ബാക്കി ഒന്ന് BJP NDA സ്വതന്ത്രയാണ്. മറ്റത് എല്ലാം ഒരു ചിഹ്നം ഒഴിച്ച് ബാക്കി 4 എണ്ണവും LDF സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഒരാൾ പോലും പിറവത്ത് ജയിപ്പിച്ചെടുക്കാൻ ഈ പിറവത്തെ CPMന് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അത് CPMന്റെ ഒരു വലിയ പരാജയമാണ് പിറവത്ത് സംഭവിച്ചിരിക്കുന്നത്. ആ പരാജയത്തിന് മുന്നിൽ ഇതുപോലെ ഉള്ള ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളൊന്നും UDFന് ഒരു പ്രശ്നമല്ല. ആ അഭിപ്രായ വ്യത്യാസങ്ങളും ആ പറയുന്നതൊക്കെ അപ്രസക്തമായി പോവുകയാണ്. കാരണം ഇവിടെ CPM തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഒരു സീറ്റ് ഇവർക്ക് ചിഹ്നത്തിൽ മത്സരിപ്പിച്ച്
ജയിപ്പിക്കാനായിട്ട് സാധിച്ചില്ല. കുറെ LDF സ്വതന്ത്രന്മാരെ നിർത്തി കുറെ വനിതകളെ ജയിപ്പിച്ചു എന്നുള്ളതല്ലാതെ ഒരു ആൺതരി പോലും പിറവത്ത് CPM-ന്റെ പ്രതിപക്ഷത്തിരിക്കാനായിട്ട് ഇവർക്കില്ല. BJP-യിലെ ഉണ്ണിവലയിൽ മാത്രമാണ് പ്രതിപക്ഷം ഒരു ആൺതരിയായിട്ട് അവിടെ ഉള്ളത്. ഞാൻ പെണ്ണുങ്ങളെ അവഹേളിക്കല്ല. അപ്പോൾ അത്ര അധപ്പതിച്ച ഒരു ഇലക്ഷനായിരുന്നു ഇത്. CPM തകർന്നടിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പായി ആണ് ഈ 2025 പിറവത്ത് നഗരസഭയിൽ നടന്നു. നിലവിൽ ഇപ്പോൾ താങ്കൾ ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് പ്രതിപക്ഷത്ത് ഇപ്പോൾ താങ്കൾ ഇരിക്കുന്ന ഇപ്പോൾ എനിക്ക് 2-3 ദിവസം കഴിയുമ്പോഴാണ് ഭരണപക്ഷത്തേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ UDF-ന് ഒരു നേതൃത്വ നിര ഇല്ലായിരുന്നു, UDF-ന്റെ എടുത്തു കാണിക്കാൻ ഒരു ചെയർമാൻ സ്ഥാനാർത്ഥി ഇല്ല, ഒരു ചെയർമാൻ കാൻഡിഡേറ്റ് ഇല്ലായിരുന്നു എന്നുള്ള ഒരു വലിയൊരു ആക്ഷേപം തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വളരെ വലിയ ശക്തമായ രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിലവിലിപ്പോൾ UDF-ന്റെ വിജയിച്ചു വന്നിരിക്കുന്ന 21 പേരിൽ പ്രദീപ്, അതുപോലെ തന്നെ അരുൺ കല്ലറയ്ക്കൽ, അതുപോലെ തന്നെ ജെയ്സൺ, അതുപോലെ അരുൺ മാത്യു മണവുന്ന്, അങ്ങനെ നിരവധി VT പ്രതാപനൊക്കെ ഉൾപ്പെടെയുള്ള നിരവധി ആൾക്കാർ ഇപ്പോൾ നേതൃത്വ നിരയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിലവിലിപ്പോൾ ഒരു വലിയൊരു സാഹചര്യം ഉണ്ട്. അപ്പോൾ ഇനിയും ചെയർമാൻ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ UDF-ന്റെ ഒരു നേതൃത്വ നിര അത് ആലോചിച്ച് കാര്യങ്ങളോടെ മുന്നോട്ട് പോകുന്നെങ്കിലും ഈ വരാൻ പോകുന്ന ഈ ഒരു ഭരണസമിതിയിലേക്ക് ഈ നേതൃത്വ നിര ഏത് രീതിയിലുള്ള ഒരു ചെയർമാൻ സ്ഥാനാർത്ഥിനെ ആയിരിക്കും എടുത്തു കാണിക്കുന്നത്? അതൊക്കെ സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. ആൾക്കാർ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. 2.5 കൊല്ലം 3 കൊല്ലം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിന് ഇപ്പോൾ പറയണമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ ഏതൊരു രീതിയിലായിരിക്കും ഒരു ചെയർമാനെ നിങ്ങൾ മുന്നോട്ട് ഇപ്പോൾ 26-ാം തീയതി വരാൻ പോകുന്നത്? പിറവത്ത് UDF-ന് നേതൃത്വമില്ല എന്ന് ആര് പറഞ്ഞാലും ആ നേതൃത്വമല്ല എന്ന് പറഞ്ഞവർക്കെല്ലാം ഇപ്പോൾ പിറവത്ത് ജനങ്ങൾ മറുപടി നൽകിയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ മറുപടി ഞാൻ പറയേണ്ട കാര്യമില്ല. പിറവത്ത് UDF-ന് ശക്തമായ നേതൃത്വമുണ്ട്. 21 പേര് ജയിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ ജനറലാണ് ചെയർമാൻ സ്ഥാനം. അതിൽ ഉചിതമായ സമയത്ത് ജനങ്ങൾ ഇത്രയും വെയിറ്റ് ചെയ്തില്ലേ? ആളുകൾ ഇപ്പോൾ പോസ്റ്റ് അവിടെ ഇവിടെയൊക്കെ പോസ്റ്റുകൾ വന്നു തുടങ്ങി. ഇന്നൊരു ചെയർമാനാണ്, മറ്റൊരു ചെയർമാനാണ്. ഇത് അങ്ങനെ അവരല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഇത് ദയവ് ചെയ്ത് അങ്ങനെയുള്ള പ്രസ്താവനയും പോസ്റ്റും ഒക്കെ ഒന്ന് നിർത്ത്. അത് ഉചിതമായ സമയത്ത് 26-ാം തീയതി ചെയർമാൻ തെരഞ്ഞെടുപ്പ് ഇവിടെ പിറവത്ത് നടക്കും. പിറവത്തല്ല, എല്ലായിടത്തും മുനിസിപ്പാലിറ്റിയിൽ ചെയർമാൻ തെരഞ്ഞെടുപ്പ് 26-ാം തീയതി ആണ് നടക്കുന്നത്. 26-ാം തീയതി ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഉചിതമായ ഒരു നേതാവ് ചെയർമാനായിട്ട് പിറവത്ത് വരും. അത് ഇപ്പോ ഒന്നും പറയാനായിട്ട് ഞാൻ തയ്യാറല്ല. കാരണം സത്യപ്രതിജ്ഞ കഴിയട്ടെ. ഇത്രയും നാള് ക്ഷമിക്കാമെങ്കിൽ ആരാന്ന് ഇപ്പോൾ ജനങ്ങൾ ഇത്ര തിടുക്ക തന്നെ ഒരു 3-4 ദിവസം കൂടി ഒന്ന് ക്ഷമിക്കാൻ പാടില്ലേ? അപ്പം പാർട്ടിയുടെ നേതൃത്വം തീരുമാനിച്ച്, പാർലമെന്ററി പാർട്ടി തീരുമാനിച്ച്, ഒരു തർക്കവുമില്ലാതെ ഒരു അരമണിക്കൂർ നേരത്തെ ചർച്ചയിൽ കൂടുതലൊന്നും ആവശ്യം വരികയില്ല. പറഞ്ഞു മനസ്സിലായി? അരമണിക്കൂർ പോലും വേണ്ടി വരികയില്ല. ഇവിടെ ഒരു നല്ല ചെയർമാൻ ഉണ്ടാകും. ആരും ബുദ്ധിമുട്ടുണ്ട. ഇപ്പോ ഈ നേതൃത്വമില്ല എന്ന് പറഞ്ഞ് ഇവരെയൊക്കെ സാമാന്യ ബോധമുള്ളവരല്ലേ? അവരൊക്കെ നേതാക്കന്മാരാ. അപ്പോ അതിനൊന്നൊരു ബുദ്ധിമുട്ട്. ഇന്ത്യൻ മഹാരാജ്യമല്ലല്ലോ ഭരിക്കേണ്ടത്. പിറവം മുനിസിപ്പാലിറ്റി ഭരിച്ചാൽ പോരെ? അതിനുള്ള പ്രാപ്തിയൊക്കെ ഇവർക്ക് എല്ലാം ഉണ്ട്. അപ്പോ ഒരുപാട് വലിപ്പവും വണ്ണമുള്ളതാണോ ഈ നേതൃത്വത്തിന്റെ മാനദണ്ഡം? അതൊന്നും അല്ലല്ലോ. വലിയ തടിയും മുഴുപ്പും അതല്ലല്ലോ നേതൃത്വത്തിന്റെ മാനദണ്ഡം. അതുവല്ലോ ആണോ? അല്ല. അപ്പോൾ ഇവർക്കെല്ലാം അതിനുള്ള പ്രാപ്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ ആരെ ഏൽപ്പിച്ചാലും പിറവം മുനിസിപ്പാലിറ്റിയൊക്കെ ഭരിക്കാൻ മാത്രം സാമാന്യ ബോധവും വിവരമൊക്കെ ഇവർക്കൊക്കെ ഉണ്ട്. ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ പോസ്റ്റിലേക്കല്ലല്ലോ ഇവര് വരുന്നത്. പിറവം മുനിസിപ്പാലിറ്റി ചെയർമാൻ ആകാനുള്ള സാമാന്യ ബുദ്ധിയും ബോധവും നേതൃപാഠവും പക്വതയും പരിചയവും ഒക്കെ ഇവർക്കുണ്ട്. അങ്ങനെ ഉള്ള ഒരാളെ തന്നെ ഞങ്ങൾ പാർട്ടി നേതൃത്വവും പിന്നെ UDF-ന്റെ പാർലമെന്ററി പാർട്ടിയും ഒക്കെ തീരുമാനിച്ച് സമയത്ത് ഇവിടെ പ്രസന്റ് ചെയ്യും. പിറവത്തെ ജനങ്ങൾക്കെല്ലാം തൃപ്തികരമായ രീതിയിലുള്ള ഭരണം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ 21 പേരും കൂടി ചെയർമാന്റെ നേതൃത്വത്തിൽ പാർട്ടി സംവിധാനം പുറകിലുണ്ട്, ഉറച്ച് പുറകിലുണ്ട്. ഒന്നും ആരും ആശങ്കപ്പെടേണ്ട. വോട്ട് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ഒരു നിരാശയും കൂടാതെ ഇവിടെ ഭരണം നടത്തുവാനായിട്ട് ഒരു ചെയർമാൻ ഇവിടെ ഉണ്ടാകും. ഒട്ടും ആശങ്കപ്പെടേണ്ട.
നിലവിലിപ്പോൾ പ്രതിപക്ഷ നേതാവും UDF ചെയർമാനും എല്ലാം പറയുന്നത് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിട്ടാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തും, അരമണിക്കൂർ കൊണ്ട് തീരുമാനത്തിലെത്താമെന്ന് പറയുന്നുണ്ട്. എന്നാലും ജനങ്ങൾ UDFന് ഇത്രയും 21 സീറ്റുകളൊക്കെ കൊടുത്ത് വിജയിപ്പിച്ച് ജനങ്ങൾക്ക് അവരുടേതായ ആഗ്രഹങ്ങളുണ്ടാവും. ആരായിരിക്കും നമ്മളിപ്പോൾ എല്ലാവരും പോസ്റ്റുകൾ ഇട്ടുവെന്ന് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി പേര് പോസ്റ്റുകൾ ഇന്ന് ഓരോ നേതാക്കന്മാരെ അവരുടെ ചരിത്രപരമായ കാര്യങ്ങളും അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം വെച്ച് ഇടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളായിരിക്കുമെന്ന് നമുക്ക് കണക്കാക്കാനേ പറ്റുള്ളൂ. കാരണം എല്ലാ നേതാക്കളും ഉമ്മൻചാണ്ടിയോട് ഇഷ്ടമുള്ളവരുണ്ടാവും, അതുപോലെ തന്നെ കെ കരുണാകരന് ഇഷ്ടമുള്ളവരുണ്ടാവും, ഒപ്പം തന്നെ VD സതീശനോട് ഇഷ്ടമുള്ളവരുണ്ടാവും, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയോട് ഇഷ്ടം. അപ്പം അങ്ങനെയുള്ളവർ അവരുടേതായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ അവർ 26-ാം തീയതി വരെ കാത്തിരിക്കാൻ അവർ തയ്യാറല്ല എന്നുള്ളതുകൊണ്ടാണല്ലോ അവർ പോസ്റ്റ് ഇടുന്നത്. അപ്പോൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ തന്നെ ആ ലാസ്റ്റ് മിനിറ്റിൽ ഒരു തീരുമാനം ഉണ്ടാവും. കൂട്ടായ ഒരു തീരുമാനത്തിലൂടെ തന്നെ ഒരു ചെയർമാൻ, ഒരു മികച്ച രീതിയിൽ പിറവം നഗരസഭ ഭരിക്കാൻ കഴിവുള്ള ഒരു ചെയർമാനെ തന്നെ കോൺഗ്രസ് നേതൃത്വം വിടും എന്നുള്ളത് തന്നെയല്ലേ പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും ഇപ്പൊ ഓരോരുത്തരുടെ ആഗ്രഹം പോസ്റ്റിലൂടെ ഇട്ട് പ്രകടിപ്പിക്കുന്നത് അവരോടിപ്പോൾ ആർക്കും വല്ലതും ചെയ്യാൻ പറ്റുമോ? പക്ഷെ എല്ലാവരുടെയും ആഗ്രഹം നമുക്ക് സാധിക്കാനായിട്ട് സാധിക്കുകയല്ലോ. ഒരു ചെയർമാനല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു ചെയർമാനെ തിരഞ്ഞെടുക്കും. ഇപ്പോൾ എല്ലാവരും പലരുടെ പോസ്റ്റ് ഇട്ട് ഇന്ന് ചെയർമാൻ ആക്കണമെന്ന് പറഞ്ഞാൽ അവരെ എല്ലാം തൃപ്തിപ്പെടുത്താനായിട്ട് നമ്മളെ കൊണ്ടാവില്ല. പിറവം മുനിസിപ്പാലിറ്റിയിൽ ഒരു ചെയർമാനേ ഉണ്ടാവുള്ളൂ. അത് ദയവ് ചെയ്ത് ആ ചെയർമാനോട് എല്ലാവരും സഹകരിക്കുക എന്ന് മാത്രമേ അതിനകത്ത് എനിക്ക് പറയാനുള്ളൂ. നിലവിലിപ്പോൾ താങ്കൾ പ്രതിപക്ഷത്ത് ഇരുന്ന 5 വർഷക്കാലം കഴിഞ്ഞ് ഇനിയിപ്പോൾ താങ്കൾ മാറി പുതിയ ഭരണസമിതി വരികയാണ്. ഈ ഒരു പിറവം നഗരസഭയിൽ 5 വർഷക്കാലമായിട്ട് താങ്കൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന വികസന പ്രവർത്തനങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളും വികസനം മുരടിപ്പും കാര്യങ്ങളെല്ലാം പുതിയ ഭരണസമിതി ഏറ്റെടുത്ത് നടത്തുമെന്നുള്ള രീതിയിൽ തന്നെ താങ്കൾ പറയുന്നു. എന്നാലും ഇത്രയും 5 വർഷക്കാലം ഇത്രയും 13 പേരുമായിട്ട് ഒരുമിച്ചിരുന്ന് കാര്യങ്ങളൊക്കെ നടത്തിയ താങ്കൾ ഇനിയും ഈ ഒരു ഭരണപക്ഷത്തിനൊപ്പം തന്നെ മുന്നോട്ടും ഇവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും വേണ്ട രീതിയിലുള്ള സമയത്ത് അവർക്ക് വേണ്ട ഉത്തമമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനൊക്കെ താങ്കളുടെ ഒരു നേതൃത്വം അന്നും ഇനിയും ഉണ്ടാകുമല്ലോ അല്ലേ? ഞാൻ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടല്ലോ. ഇപ്പോഴും നമ്മൾ ഇപ്പോൾ ഇത്തവണ മത്സരിച്ചില്ല, കൗൺസിലറായില്ല എന്നത് ഞാൻ പിറവത്ത് ദിവസം ഉള്ളയാളാണ്. അവരോടൊപ്പം അവരുടെ കൂടെ അവർക്ക് UDFന് വേണ്ടി കൗൺസിലർമാർക്ക് വേണ്ടിയും അവർക്ക് പ്രത്യേകിച്ച് ഉപദേശം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഉപദേശം വേണ്ട സമയത്ത് അവരാവശ്യപ്പെട്ട കാര്യം തരാം. നമ്മളെപ്പോഴും പിറവത്തുണ്ട്. അവരോട് സഹകരിച്ച് പൂർണ്ണമായിട്ടും അവരോട് സഹകരിച്ച് UDFന്റെ പിറവത്ത് ഒരു നല്ല ഭരണത്തിന് വേണ്ടി എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഏത് സമയത്തും നൽകുവാനായിട്ട് നമ്മൾ അവരോടൊപ്പം എന്നും കൂടെ ഉണ്ടാവും. നിലവിൽ മറ്റൊരു കാര്യം കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം. താങ്കൾ പാലച്ചോടാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഏരിയയിലുള്ള കുറച്ച് പേരെയൊക്കെ ഇലക്ഷൻ്റെ സമയത്ത് അവർക്ക് സീറ്റുകൾ കൊടുത്തില്ല, അവരെ മാറ്റി നിർത്തി, അവരൊന്നും സപ്പോർട്ട് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങളും ചർച്ചകളൊക്കെ നടന്നിരുന്നു. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താ പ്രതിപക്ഷ നേതാവിന് പറയാനുള്ളത്? അല്ല, കുറെ പേരൊക്കെ സീറ്റ് കിട്ടിയില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറെ പേരൊക്കെ മാറി നിന്നു. അതൊന്നും ശരിയായ രീതിയല്ല. കാരണം ഒരു ആരായാലും XY ആരായാലും ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ട് രംഗത്തിറങ്ങുക ഔദ്യോഗിക സ്ഥാനമുള്ളവരെ കുറിച്ച് സാധാരണ ഇപ്പൊ അനുഭാവികൾക്ക് എങ്ങനെ വേണമെന്നാണ്. ഔദ്യോഗിക സ്ഥാനമുള്ള ഒരു പാർട്ടിക്കാരൻ ഒരു നിർണായക തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ എതിരെ പ്രവർത്തിക്കാതിരിക്കുന്നതും പാർട്ടി വിരുദ്ധ പ്രവർത്തനം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ പാർട്ടി സ്ഥാനങ്ങൾ കൊടുക്കുന്നത് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ, പ്രത്യേകിച്ച് ഒരു നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് പിറവം നഗരസഭ LDF ഭരിക്കുന്ന ആ നഗരസഭ പിടിച്ചെടുക്കാനുള്ള ഒരു തീവ്ര യത്നത്തിന്റെ ഭാഗമായിട്ട് 28 വാർഡിലും എല്ലാവരും ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ അനങ്ങാതെ വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം തന്നെയാണ് നടത്തിയിരിക്കുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് ഇപ്പോൾ ഞാൻ പറയാൻ ആളല്ല. അത് വേണ്ട വേദികളിൽ വേണ്ടവർ അതിന് അധികാരമുള്ളവർ തീരുമാനിക്കേണ്ട വിഷയങ്ങൾ. അതിലോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. പ്രതിപക്ഷ നേതാവ് തോമസ് സാർ ഇപ്പോൾ അല്പസമയം നമ്മോടൊപ്പം ചേർന്നു. 5 വർഷക്കാലമായിട്ട് പിറവം നഗരസഭയിലെ 13 കൗൺസിലർമാരും ഒത്തൊരുമയോടുകൂടി നിന്നുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ഒരു ശക്തമായ രീതിയിലുള്ള പല ഇടപെടലുകളും അദ്ദേഹം നടത്തിയതാണ്. ആ ഒരു ഇടപെടലുകളുടെ എല്ലാം ഭാഗമായിട്ട് ഇന്നത്തെ ഒരവസ്ഥയിൽ 21 സീറ്റുകൾ പിടിച്ചുകൊണ്ട് UDF വരാൻ പോകുന്ന ഒരാഴ്ചക്കാലം
വർഷക്കാലം കഴിയുമ്പോൾ ഭരണസമിതിയിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് പ്രതിപക്ഷത്തിരുന്ന് വളരെ നല്ല രീതിയിൽ പ്രതിപക്ഷ അംഗങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ഭരണപക്ഷത്തിനെതിരായിട്ട് പല പല കാര്യങ്ങളും നടത്തി വളരെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയ പ്രതിപക്ഷ നേതാവ് 5 വർഷത്തെ ഭരണപക്ഷത്തിനെതിരായിട്ട് പ്രതിപക്ഷ നേതാവായിരുന്ന അദ്ദേഹം പടിയിറങ്ങുകയാണെന്ന് പറഞ്ഞാൽ ഇനിയും നഗരസഭയിലേക്ക് വരികയില്ല എന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. 5 വർഷത്തെ പ്രതിപക്ഷത്തിരുന്ന പ്രതിപക്ഷ നേതാവിന്റെ ഒരു 5 വർഷ കാലഘട്ടത്തിലുള്ള പ്രവർത്തന രീതികളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ ഭരണസമിതി ഏൽപ്പിക്കുകയാണ്. എന്താണെങ്കിലും വളരെ വലിയ രീതിയിൽ തന്നെയുള്ള ഒരു പിന്തുണ താങ്കൾ കൊടുക്കുമെന്നുള്ള കാര്യം തന്നെ ഈ ഒരു അവസരത്തിൽ പറഞ്ഞത് വലിയ കാര്യമാണ്. പിറവത്ത് ഒരു വികസനം ഉണ്ടാക്കുവാനുള്ള ഒരു വലിയ കാഴ്ചപ്പാടോടുകൂടി വികസനത്തിന്റെ നേർരേഖ എന്താണെന്ന് കാണിക്കുവാനുള്ള ഒരു ഭരണ നേതൃത്വത്തെ തന്നെ ഏൽപ്പിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ ചുമതലകളിൽ നിന്നും മാറി നിൽക്കാൻ പോകുന്നത്. അപ്പൊ എന്താണെങ്കിലും ഞങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ കണ്ട ഈ സമയം തന്നതിന് വളരെ സന്തോഷമുണ്ട്. വീണ്ടും ഞങ്ങളുടെ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കണം. പ്രതിപക്ഷ നേതാവാണെങ്കിലും അല്ലെങ്കിലും പിറവത്തിന്റെ ഒരു വികസനത്തിൽ ഒപ്പം ചേർന്ന് നിൽക്കാനും മറ്റു കാര്യങ്ങൾ സഹകരിച്ചു പോകുവാനും ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഈ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് ശ്രീ തോമസ് മല്ലിപ്പുറം, നമ്മുടെ തോമസ് സാറിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, തീർച്ചയായിട്ടും പിറവത്തിന്റെ ഒരു വികസനത്തിന് വേണ്ടി ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എപ്പോൾ ഏത് സമയത്ത് ഏത് സാഹചര്യത്തിലും സഹായം അല്ലെങ്കിൽ ഇതുപോലെ ചർച്ചകളോ എന്തെങ്കിലും പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഉണ്ടാകും. അത് നമ്മുടെ കൂടെ ഒരു ആവശ്യമാണ് എന്ന് പിറവത്തെ ജനങ്ങളോട് പ്രത്യേകിച്ച് പറയും. താങ്ക് യു വെരി മച്ച്.